Once again, all of you, welcome back to my YouTube channel. My name is Adira. So today we are going to discuss the third chapter of CBSE class 10th students. Our chapter name is Metals and Non-Metals. Okay. But 10th standard പഠിക്കുന്ന കുട്ടികളുടെ കെമിസ്ട്രിയുടെ തേർഡ് ചാപ്റ്റർ ആയ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 8th 9th പഠിച്ചതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഈ മെറ്റൽസിനെ പറ്റി അത്യാവശ്യം ബേസിക് ഐഡിയാസ് ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആണ്. അപ്പോൾ ആ എല്ലാ പോയിന്റ്സും നിങ്ങൾ 8th പഠിച്ചത് തന്നെയാണ്. ജസ്റ്റ് ഒരു റിവിഷൻ കൊടുക്കേണ്ട കാര്യം മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ. ആ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം മെറ്റൽസ് അത്യാവശ്യം ഹാർഡാണ് അല്ലെ, അല്ലാണ്ട് നമ്മൾ നോൺ മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന്റെ അത്ര സോഫ്റ്റ് ഒന്നുമല്ല മെറ്റൽസ് എന്ന് പറയാം. അപ്പം ഒന്നാമത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? മെറ്റൽസ് ആർ ഹാർഡ് എന്ന് പറയാം. പക്ഷേ സം എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. സോഡിയം, പൊട്ടാസ്യം, ലിഥിയം തുടങ്ങിയവ എന്താണ്? സോഫ്റ്റ് മെറ്റൽസ് ആണ്. കാരണം നമുക്കത് ഒരു നൈഫ് ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ജനറലി മെറ്റൽസ് ആർ ഹാർഡ് ബട്ട് സം സോഫ്റ്റ് മെറ്റൽസ് ആർ ദെയർ. ഫോർ എക്സാമ്പിൾ സോഡിയം, പൊട്ടാസ്യം ആൻഡ് ലിഥിയം. ഓക്കെ, സോഡിയം, പൊട്ടാസ്യം, ലിഥിയം എന്നിവ എന്താണ്? സോഫ്റ്റ് മെറ്റൽസ് ആണ്. പക്ഷെ ജനറലി മെറ്റൽസ് എല്ലാം എന്താണ്? ഹാർഡ് ആണ്. ഇനി സെക്കൻഡ് നമുക്ക് പറയാമെന്ന് വെച്ചാല് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ഓർണമെന്റ്സും എന്താണ്? മെറ്റൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ. ഇപ്പം ഫ്ലാറ്റൻ ആയിട്ടോ അല്ലെങ്കിൽ വയോസിന്റെ രൂപത്തിലോ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർണമെന്റ്സ് കാണാൻ സാധിക്കും. കാരണം മെറ്റൽസിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് നമ്മൾ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് മാലിബിലിറ്റി ആണ് കേട്ടോ. മാലിബിലിറ്റി മീൻസ് മെറ്റൽസിനെ നമുക്ക് എന്ത് ചെയ്യാം? ബീറ്റൺ ചെയ്ത് തിൻ ഷീറ്റ്സ് ആക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് മാലിബിലിറ്റി. മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് ഈസ് നോൺ ആസ് മാലിബിലിറ്റി. മെറ്റൽസിനെ അടിച്ചു പരത്തി തിൻ ഷീറ്റ്സ്, കനം കുറഞ്ഞ ഷീറ്റുകളാക്കി മാറ്റാൻ പറ്റും എന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് മാലിബിലിറ്റി. ദെൻ നമ്മൾ ഈ പറഞ്ഞല്ലോ വയേഴ്സ് എന്ന്. അപ്പം എല്ലാവരുടെയും വീട്ടിൽ ഇലക്ട്രിക് കണക്ഷനും കാര്യങ്ങളും, അപ്പൊ ഇലക്ട്രിക് വയേഴ്സ് എല്ലാം എന്താണ്? മെറ്റൽസ് കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. എന്നാൽ അതെല്ലാം പ്ലാസ്റ്റിക് കൊണ്ടാണ് അതിന്റെ ഉള്ളിലെ വയേഴ്സ് അല്ല, അതെല്ലാം മെറ്റൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ മെറ്റൽസിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡ്രോൺ ഇൻ ടു വയേഴ്സ്. മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വയേഴ്സ്. ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് മെറ്റൽസ് തങ്ങൾ കൂട്ടിയിടിക്കുകയാണെങ്കിൽ എന്താണ് ഫോം ചെയ്യും? ഒരു റിംഗിങ് സൗണ്ട് ഫോം ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പ്രോപ്പർട്ടിയാണ് സൊണോറസ് എന്ന് കേട്ടോ. സൊണോറസ്. പിന്നെ ഒരു ഫ്രഷ്ലി കട്ട് സർഫസ് ഓഫ് മെറ്റൽ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനി അപ്പിയറൻസ് കാണും. അതിനെ പറയുന്ന പേരാണ് ലസ്ട്രസ് എന്ന്. അപ്പൊ നമ്മൾ ഏകദേശം എത്ര പ്രോപ്പർട്ടീസ് പറഞ്ഞു? ലെസ്റ്റർ പറഞ്ഞു, മാലിബിലിറ്റി പറഞ്ഞു, ഡക്റ്റിലിറ്റി പറഞ്ഞു. പിന്നെ എന്താണ്? നമ്മുടെ യൂട്ടൻസിൽസ്, വീട്ടിലുള്ള യൂട്ടൻസിൽസ് എടുക്കുകയാണെങ്കിൽ എല്ലാം നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂട്ടൻസിൽസ് എല്ലാം മെറ്റൽസ് കൊണ്ടാണ്. കാരണം എന്താണ്? ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ് കേട്ടോ. നന്നായിട്ട് ഹീറ്റിനെ കടത്തി വിടുകയും മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. മെൽറ്റിംഗ് പോയിന്റ് ലോ ആണെങ്കിൽ നമുക്ക് അതിനെ എന്തിനു ഉപയോഗിക്കാൻ പറ്റത്തില്ല? യൂട്ടൻസിൽസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ വേഗത്തിൽ അത് എന്ത് ചെയ്തു പോകും? മെൽറ്റ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ മെറ്റൽസിന്റെ യൂട്ടൻസിൽസ് എന്തിനു വേണ്ടിയിട്ട്? കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റുമാണ്, പിന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റുമാണ്. ഇലക്ട്രിക് വയേഴ്സ് എടുക്കുമ്പോൾ അറിയാം ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയുമാണ്. അതിനകത്ത് നന്നായിട്ട് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന രണ്ട് മെറ്റൽസ് ആണ് സിൽവറും കോപ്പറും. ഹീറ്റ് അതർവൈസ് ലെഡ് ആൻഡ് മെർക്കുറി. ലെഡ് ആൻഡ് മെർക്കുറി ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. ഓക്കെ, സിൽവറും കോപ്പറും നന്നായി ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുമെങ്കിൽ ലെഡും മെർക്കുറിയും പൂവർ കണ്ടക്ടേഴ്സ് ആണ്. അത് ഹീറ്റ് നന്നായിട്ട് എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. ഇനി നമ്മൾ പറഞ്ഞതിനകത്ത് ലസ്ട്രസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഷൈനി അപ്പറൻസ് നമ്മൾ എന്താ പറയുക? ലസ്ട്രസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നു മാലിബിലിറ്റി. മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ്. മെറ്റൽസിനെ അടിച്ചു പരത്തി തിൻ ഷീറ്റ്സ് ആക്കുന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് മാലിബിലിറ്റി. മാലിബിലിറ്റി കൂടിയതെന്ന് പറയുമ്പോൾ ഗോൾഡും സിൽവറും ആണ് കേട്ടോ. ഗോൾഡും സിൽവറിനുമാണ് മാലിബിലിറ്റി കൂടുതൽ എന്ന് പറയുന്നത്. ഇനി ഡക്റ്റൈൽ എന്ന് പറയുമ്പോഴും അതിനകത്ത് ഡക്റ്റിലിറ്റി കൂടിയ ഒരെണ്ണം എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. ഏകദേശം 1 ഗ്രാം ഗോൾഡ് നമുക്ക് 2 കിലോമീറ്റർ ലെങ്ത് വരെ ഡ്രോൺ ചെയ്യാമെന്നാണ് പറയുന്നത്. 1 ഗ്രാം ഗോൾഡ്. ഓക്കെ, അപ്പൊ കണ്ടക്ടേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിനകത്ത് സിൽവറും കോപ്പറും ഗുഡ് കണ്ടക്ടേഴ്സ് ആണ് ഹീറ്റിന്റെ. അതേസമയം മെർക്കുറിയും ലെഡും എന്താണ്? പുവർ കണ്ടക്ടേഴ്സ്. അത് നമ്മൾ യൂട്ടൻസിൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം അത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റും ഹൈ മെൽറ്റിംഗ് പോയിന്റും ആയതുകൊണ്ടാണ് നമ്മൾ യൂട്ടൻസിൽസ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് വയേഴ്സ് എല്ലാം മേഡപ്പ് ചെയ്തിരിക്കുന്നത് മെറ്റൽസ് കൊണ്ടാണ്. കാരണം അത് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയും ആണ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഹാർഡ്. ഇത്രയുമാണ് എന്ത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. അപ്പൊ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയണം ഹാർഡ്, സെക്കൻഡ് മാലിബിലിറ്റി, തേർഡ് ഡക്റ്റിലിറ്റി, സൊണോറസ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ദെൻ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇത്രയുമാണ് മെറ്റൽസിന്റെ ബേസിക് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലോട്ട് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടീസിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. അപ്പം മാലിബിലിറ്റി മീൻസ് എന്തായിരുന്നു? മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് ഈസ് നോൺ ആസ് മാലിബിലിറ്റി. മെറ്റൽസിനെ അടിച്ചു പരത്തി തിൻ ഷീറ്റ്സ് ആക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ്
malleability. Then ductility എന്ന് വെച്ചാൽ മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വയേഴ്സ്, മെറ്റൽസിനെ ഡ്രോൺ ചെയ്ത് വയേഴ്സ് ആക്കാൻ പറ്റും, അതാണ് ഡക്റ്റിലിറ്റി. മാലിബിലിറ്റി കൂടിയത് നമ്മൾ പറഞ്ഞത് സിൽവറും ഗോൾഡും ആണ്. മാലിബിലിറ്റി കൂടിയത് സിൽവറും ഗോൾഡും ആണ്. ഒട്ടുമിക്ക ഓർണമെന്റ്സും സിൽവർ ഗോൾഡ് ഒക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നത്. അപ്പൊ മാലിബിലിറ്റി കൂടിയത് സിൽവറിനും ഗോൾഡിനുമാണ്. ഡക്റ്റിലിറ്റി കൂടിയത് ഗോൾഡിനാണ്, കാരണം 1 ഗ്രാം ഗോൾഡിനെ നമുക്ക് 2 കിലോമീറ്റർ ലെങ്ത് വരെ ഡ്രോൺ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത പറഞ്ഞു വെച്ചാൽ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അപ്പം കണ്ടക്ടറിനകത്ത് ഗുഡ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു സിൽവറും കോപ്പറുമാണ്. സിൽവർ ആൻഡ് കോപ്പർ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. അതർവൈസ് ലെഡ് ആൻഡ് മെർക്കുറി ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. ലെഡും മെർക്കുറിയും എന്ത് തന്നെയാണ്, മെറ്റൽസ് ആണ്, പക്ഷെ അവരെന്താണ്, പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ്. ചില എക്സെപ്ഷണൽ കേസസ് മെറ്റൽസിന്റെ കാര്യത്തിൽ വരുന്നുണ്ട്. ഇനി അടുത്ത പറഞ്ഞ എന്താണ്, ഹാർഡ് പറഞ്ഞു അല്ലെ. ഹാർഡ് മീൻസ് ജനറലി മെറ്റൽസ് ആർ ഹാർഡ് ബിക്കോസ് സം മെറ്റൽസ് ആർ എക്സിസ്റ്റ് ഇൻ സോഫ്റ്റ് ഫോം. മീൻസ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവയൊക്കെ എന്താണ്, സോഫ്റ്റ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം അത് നമുക്കൊരു നൈഫ് ഉപയോഗിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഇനി നോൺ മെറ്റൽസ് എടുക്കുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് ഒന്നും കാണിക്കാത്തവരെ നമുക്ക് എന്താന്ന് പറയാം, നോൺ മെറ്റൽസ് എന്ന് പറയാം. ജനറലി ഈ നോൺ മെറ്റൽസ് ഒന്നുകിൽ ഗേഷ്യസ് ഫോമില് അല്ലെങ്കിൽ സോളിഡ് ഫോമിലാണ് കാണുന്നത്. ഓക്കെ, ഒന്നുകിൽ സോളിഡ് അല്ലെങ്കിൽ ഗേഷ്യസ് ഫോം. അവിടെയും ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്, ബ്രോമിൻ. ബ്രോമിൻ കാണപ്പെടുന്നത് ലിക്വിഡ് ഫോമിലാണ് കേട്ടോ. ബ്രോമിൻ കാണപ്പെടുന്നത് ലിക്വിഡ് ഫോമിലാണ്. ഏത് ബ്രോമിൻ. അപ്പം ബ്രോമിൻ ഒഴിച്ചു ബാക്കി എല്ലാ നോൺ മെറ്റൽസും എടുക്കുകയാണെങ്കിൽ അവരൊന്നുകിൽ സോളിഡ് അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കും. പക്ഷേ ബ്രോമിൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ലിക്വിഡ് ഫോമിലാണ്. ഇത്രയുമാണ് മെറ്റൽസ് നോൺ മെറ്റൽസ് നമുക്ക് പറയാനുള്ളത്. നോൺ മെറ്റൽസ് എന്താ, മെറ്റലിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും കാണിക്കാത്തത് എന്തായിരിക്കണം, നോൺ മെറ്റൽസ് ആയിരിക്കണം. അവര് മാലിബിൾ ആയിരിക്കില്ല, ഡക്ടൈൽ ആയിരിക്കില്ല, സൊണോറസ് ആയിരിക്കില്ല, ലസ്ട്രസ് നേച്ചർ കാണില്ല, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആയിരിക്കത്തില്ല, ലോ മെൽറ്റിങ്ങും ബോയിലിംഗ് പോയിന്റും ഒക്കെ ആയിരിക്കും. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്, നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസ് പൊതുവിൽ കാണുന്നത് ഒന്നുകിൽ സോളിഡ് ഫോം അല്ലെങ്കിൽ ഗേഷ്യസ് ഫോം ആണ്. പക്ഷേ ബ്രോമിൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ലിക്വിഡ് ഫോമിലാണ്. ഇത്രയുമാണ് മെറ്റൽസ് നോൺ മെറ്റൽസ് നമുക്ക് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പറയാനുള്ളത്. എന്നാൽ കുറച്ച് എക്സെപ്ഷണൽ കേസസ് നമുക്ക് പറയേണ്ടതായിട്ട് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം മെറ്റലുമായി റിലേറ്റ് ചെയ്ത്. അപ്പൊ മെറ്റൽസ് എല്ലാം ഹാർഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ അവര് പൊതുവിൽ എന്ത് സ്റ്റേറ്റ് ആയിരിക്കും, സോളിഡ് സ്റ്റേറ്റ് തന്നെയാണ്. എന്നാൽ മെർക്കുറി എക്സിസ്റ്റ് ചെയ്യുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് പറയുന്നത് മെർക്കുറി ആണ്. അത് എന്ത് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ലിക്വിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഗാലിയം, സീസിയം തുടങ്ങിയതും മെറ്റൽസ് ആണ്. പക്ഷെ അവരുടെ ഈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറുതാണ്. അവരുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ ചെറുതാണ്. നമ്മളിപ്പോൾ നമ്മുടെ പാമിൽ ഈ ഗാലിയം, സീസിയം വല്ലതൊക്കെ എടുക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, ഡയറക്റ്റ് അങ്ങ് ഇവാപറേറ്റ് ചെയ്ത് പോകും അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത് പോകും. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് അയഡിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ മെറ്റലാണ്. അയഡിൻ ഒരു നോൺ മെറ്റലാണ്. പക്ഷെ അത് അതിന് എന്ത് നേച്ചർ ഉണ്ട്, ലസ്ട്രസ് നേച്ചർ ഉണ്ട്. അയഡിൻ എന്ന് പറയുന്ന ഒരു നോൺ മെറ്റൽ ആണ്, പക്ഷെ അതിന് ലസ്ട്രസ് നേച്ചർ ഉണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, മെറ്റൽസ് ആണ് ലസ്ട്ര എന്ന് പറഞ്ഞത് അല്ലെ. പക്ഷെ അയഡിൻ എന്താണ്, നോൺ മെറ്റൽ ആണ്. അതിന് എന്ത് നേച്ചർ കാണിക്കുന്നുണ്ട്, ലസ്ട്രസ് നേച്ചർ, ഒരു തിളക്കം ഉണ്ട്. ഇനി അടുത്ത പറയുന്നത് കാർബൺ ആണ് കേട്ടോ. കാർബൺ ക്യാൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് ഫോംസ്. പല രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ് കാർബൺ എന്ന് പറയുന്നത്. കാർബൺ എന്താണ്, ഒരു നോൺ മെറ്റൽ ആണ്. അപ്പൊ ഈ ഡിഫറെന്റ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ അലോട്രോപ്പ് എന്നാണ് പറയുന്നത്. അലോട്രോപ്സ് ഓഫ് കാർബൺ ആയിട്ട് ഡയമണ്ട് വരുന്നുണ്ട്. അപ്പൊ നോൺ മെറ്റൽസ് എന്തായിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണമല്ലോ. പക്ഷെ ഈ കാർബണിനകത്തെ അലോട്രോപ്പ് ആയ ഡയമണ്ട് ആണ് വളരെ ഹാർഡ് ആയിട്ടുള്ള വസ്തു എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി നോൺ മെറ്റൽസ് എന്തല്ലാന്ന് പറഞ്ഞിരുന്നു, അവര് ഹൈ മെൽറ്റിംഗ് പോയിന്റും എല്ലാം ഒക്കെ ആയിരിക്കുമോ നോൺ മെറ്റൽസ് ജനറലി അല്ല. പക്ഷെ ഈ കാർബണിന്റെ അലോട്രോപ്പ് ആയ ഡയമണ്ടിന് ഭയങ്കര ഹാർഡുമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്, ഹൈ ആണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ നോൺ മെറ്റൽസ് എന്ത് ചെയ്യില്ലെന്നായിരുന്നു പറഞ്ഞത്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്നാൽ കാർബണിന്റെ അലോട്രോപ്പ് ആയ ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു എക്സെപ്ഷണൽ കേസും കൂടെ ഉള്ളൂ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവയെല്ലാം ആൽക്കലി മെറ്റൽസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, വളരെ സോഫ്റ്റ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അതിനെ കട്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഇത്രയുമാണ് എക്സെപ്ഷണൽ കേസസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത് പറഞ്ഞ എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് മെർക്കുറി ആയിരുന്നു. മെർക്കുറി ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ വളരെ ലോ ആണ്. സെക്കൻഡ് നമ്മൾ പറഞ്ഞ അയോഡിൻ ആണ്. അയോഡിൻ എന്ന് പറയുന്ന ഒരു നോൺ മെറ്റൽ ആണ്. പക്ഷേ അതിന് എന്ത് നേച്ചർ ഉണ്ട്, ലസ്ട്രസ് നേച്ചർ ഉണ്ട്. ഇനി നമ്മൾ മൂന്നാമത് പറഞ്ഞത് വെച്ചാൽ കാർബണിന് പല ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് അലോട്രോപ്പ് എന്ന്. കാർബണിന്റെ അലോട്രോപ്പ് ആയിട്ടുള്ള ഡയമണ്ട് വളരെ ഹാർഡും മെൽറ്റിംഗ് പോയിന്റും
ബോയിലിംഗ് പോയിന്റ് വളരെ ഹൈയുമാണ്. നോൺ മെറ്റൽ ആയ കാർബണിന്റെ അലോട്രോപ്പ് ഡയമണ്ടിന് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ ഹൈ ആണ്. കാർബണിന്റെ തന്നെ മറ്റൊരു അലോട്രോപ്പ് ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റിയെ നന്നായിട്ട് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ആൽക്കലി മെറ്റൽസ് ആയ സോഡിയം, ലിഥിയം ആൻഡ് പൊട്ടാസ്യം ഇവർക്കൊക്കെ എന്താണ് സോഫ്റ്റ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരെണ്ണം കൂടെ പറഞ്ഞിരുന്നു ഗാലിയവും സീസിയവും എന്താണ് അവരുടെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. വളരെ വേഗത്തിൽ അത് എന്ത് ചെയ്യും നമ്മുടെ കയ്യിലിരുന്ന് മെൽറ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയുമാണ് എക്സെപ്ഷണൽ കേസസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. മെറ്റൽസ് എന്ന് പറയുമ്പോൾ എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് പറയുന്നത് മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണോറസ്, കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ഹാർഡ്. ഇത്രയും കാര്യം എന്തിൽ പറയണം, ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പറയണം. ഇതൊന്നും ഇല്ലാത്തവയാണെങ്കിൽ അത് നോൺ മെറ്റൽസ് ആയിരിക്കണം. ഇവിടെ എല്ലാം എന്തുണ്ട്, എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. എക്സെപ്ഷണൽ കേസസ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് നമുക്കത് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.